നമസ്കാരം. ആംഷ എച്ച് ആർ പ്ലേസ്മെന്റ് യു ഐയുടെ ഒരു റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അൽബേനിയ എന്ന രാജ്യത്തിലേക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പറയുന്നത് വെയിറ്റർ ആൻഡ് വെയിട്രസ് ആയിട്ടാണ്. അൽബേനിയയിലേക്ക് ഒരു യൂറോപ്പിൻ്റെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ് അൽബേനിയ. അവിടെ ഒരു വെയിറ്റർ ആൻഡ് വെയിട്രസ് പൊസിഷനിലേക്ക് നമുക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ട്. ആംഷ എച്ച് ആർ പ്ലേസ്മെന്റ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനുള്ള മെയിൻ ആവശ്യം നമുക്ക് വേണ്ടത് വെയിട്രസ് അല്ലെങ്കിൽ വെയിറ്റർ എക്സ്പീരിയൻസ് ആണ്. 3 year എങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉണ്ടാവണം. അപ് ടു 10 year നമ്മൾ ഇതിൻ്റെ മാക്സിമം സാലറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എക്സ്പീരിയൻസ് ലെറ്റർ അതുപോലെ റെഫറൻസ് ലെറ്റർ മാൻഡേറ്ററി ആണ്. നിങ്ങൾ ഡിപ്ലോമ മാൻഡേറ്ററി ആണ്. അതേപോലെ നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ആക്കാതെ മുഴുവൻ കാണുക. അൽബേനിയയിലേക്ക് ഒരു വെയിറ്റർ അല്ലെങ്കിൽ വെയിട്രസ് കാറ്റഗറിയിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയിൽ ഫുൾ ഇൻഫർമേഷൻ പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് സ്വാഗതം. Amster, your best immigration partner. Dream to fly? Step to Amster. നമസ്കാരം. അൽബേനിയ എന്ന രാജ്യത്തെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഐ ബട്ടണിൽ വരും, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ടെക്നിക്കലായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈ പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് കടക്കാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് മിനിമം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയും. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് മാത്രം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ തസ്തികയിൽ നിങ്ങൾക്ക് ജോലി എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം 3 വർഷമാണ്. ഈ തസ്തികയിൽ എക്സ്പീരിയൻസ് വേണ്ടത് 3 വർഷമാണ്. 3+4 ആണെങ്കിൽ കുഴപ്പമില്ല. ഏറ്റവും കുറഞ്ഞത് 3 വർഷം. അത് അപ് ടു 10 year ആണെങ്കിൽ നിങ്ങളുടെ സാലറിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഒരു 3 year എന്ന് പറയുന്നത് ബേസിക് സാലറി ഉണ്ടാവുള്ളൂ. അപ് ടു 10 year വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു മാക്സിമം സാലറി നിങ്ങൾക്ക് നിൽക്കും. സാലറി ഡീറ്റെയിൽ ഒക്കെ ഞങ്ങളുടെ അഡ്വൈസർ പറഞ്ഞത് എത്രയായിരുന്നു നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സാലറി ഒക്കെ. അത്യാവശ്യം നല്ല പാക്കേജ് ഉണ്ട്. യൂറോയിലാണ് നിങ്ങളുടെ സാലറി പറയുന്നത്. അതേപോലെ നിങ്ങൾക്ക് മാക്സിമം ഏജ് 40 വയസ്സാണ്. ഞങ്ങൾക്ക് വിസ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് എടുക്കുക 40 വയസ്സ് വരെ ഉള്ളവരെ എടുക്കുകയുള്ളൂ. പാസ്പോർട്ടിൽ ആസ് പെർ ദ പാസ്പോർട്ട് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ വിസ സബ്മിറ്റ് ചെയ്യുമ്പോൾ 40 വയസ്സായിരിക്കണം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. പിന്നീട് കമ്പനി പറയുന്നത് നിങ്ങളുടെ ഈ പറയുന്ന ഇംഗ്ലീഷ് സ്കില്ല് നിങ്ങൾക്ക് ഇപ്പം ബ്രിക്ക് ലെയർ എന്ന നിലയിൽ മേസ്ത്രി എന്ന നിലയിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് ആണുള്ളത്, ഇതിൻ്റെ ട്രേഡ് വർക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ലെറ്റർ ആവശ്യമാണ്. ഏതെങ്കിലും കമ്പനി വർക്ക് ചെയ്തു റെഫറൻസ് ലെറ്റർ ആവശ്യമാണ്. അതിന് ബാക്കി കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഞാൻ മെയിൻ ഡോക്യുമെൻ്റ് പറയുന്നേ ഉള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ CV ബാക്കി ഡോക്യുമെൻ്റ് ഞങ്ങൾക്ക് കളക്ട് ചെയ്ത് തരുന്നതോടൊപ്പം തന്നെ ഒരു 3-4 മിനിറ്റ് വരുന്ന നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ട് വീഡിയോ കീഴിൽ കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ കൃത്യമായിട്ട് അതിൽ കാണണം. അതിനുശേഷം നിങ്ങളെ പറ്റി പറയുക. നിങ്ങളുടെ പേരെന്താണ്, പാസ്പോർട്ട് നമ്പർ ഇങ്ങനെ, നിങ്ങളിപ്പോൾ ഇത്രയാണ്, നിങ്ങളിപ്പോൾ എവിടെയാണ്, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിലാണ്, കൊച്ചിയിലാണുള്ളത്. ഇങ്ങനെ കൊച്ചിയിൽ എക്സ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് മതി. ഇതിനകത്ത് ഒരിക്കലും ഗ്രാമറോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് കമ്മ്യൂണിക്കേഷനോ പ്രൊനൗൺസിയേഷനോ ഒന്നും ബാധിക്കുന്നില്ല. തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷേ ഇംഗ്ലീഷിലായിരിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. ഇത്ര വർഷമായിട്ട് ഇപ്പം നിങ്ങളുടെ തസ്തികയിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് അൽബേനിയ എന്ന രാജ്യത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. അൽബേനിയ രാജ്യത്തേക്ക് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ മിനിമം കമ്പനി പറയുന്ന കോൺട്രാക്ട് അനുസരിച്ച് അവിടെ ജീവിക്കാം. ആ രാജ്യത്തെ നിയമം അനുസരിച്ച് ആ രാജ്യത്ത് ജീവിക്കാം. എനിക്ക് അവിടെ ജീവിക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. സോ ഇങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ ബാക്കി നിങ്ങളുടെ അഡ്വൈസറെ സഹായിക്കും എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത്. അത് നിങ്ങൾ ജോലി ചെയ്യുന്നതെല്ലാം കാണിച്ചാണ് വീഡിയോ വേണ്ടത്. കാരണം നമുക്കിത് 2 കാര്യത്തിനാണ്. ഇൻ്റർവ്യൂവിന് മുമ്പ് എംപ്ലോയർക്ക് വെരിഫൈ ചെയ്യണം. ഞാൻ ഇൻ്റർവ്യൂ നടത്താൻ പോകുന്ന ആൾക്ക് ഈ പറഞ്ഞ തസ്തികയെ പറ്റി വിവരമുണ്ടോ എന്ന് അറിയണം. അതേപോലെ തന്നെ ഇവർക്ക് ഡേറ്റ കീപ്പ് ചെയ്യണം. എന്തെങ്കിലും വിസ സബ്മിഷൻ സമയത്ത് കമ്പനി ചോദിക്കുമ്പോൾ ഇൻ്റർവ്യൂവിൻ്റെയും ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. അതിനൊക്കെ ഞങ്ങൾ സംവിധാനം ആംഷ എച്ച് ആർ പ്ലേസ്മെന്റ് യു ഐ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ കമ്പനിക്ക് ഗവൺമെൻറ് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യണമെന്നുണ്ട്, അതും ആവശ്യമാണ്. അപ്പോൾ നിയമപരമായ ഒരു കാര്യങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ മെനക്കേടാണ് ഇതൊക്കെ ചെയ്യാൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് യൂറോപ്പ് എന്ന് പറയുന്നത് ഈവൻ ഗൾഫിൽ ഇപ്പോൾ അത്രയും നിസ്സാരമല്ല. വിസ റിജക്ഷൻ വളരെ കൂടുതലാണ്. പല കൺട്രി ഇപ്പോൾ ഇന്ത്യക്കാർ എടുക്കുന്ന പോലുമില്ല.
ചില രാജ്യങ്ങളെ പറ്റി ഞാൻ എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ തസ്തികയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, മിനിമം 3 year എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നല്ലൊരു രാജ്യമാണ് അൽബേനിയ എന്ന് പറഞ്ഞ് അമേരിക്കയും അൽബേനിയയും തമ്മിൽ കമ്പയർ ചെയ്ത് ജീവിത സാഹചര്യങ്ങളൊക്കെ യൂറോപ്പിൻ്റെ തന്നെയാണ്. ഷെങ്കൻ കൺട്രിയിലേക്ക് കടക്കുന്ന ഒരു ഷെങ്കൻ കാൻഡിഡേറ്റ് എന്ന് പറയാം. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഷെങ്കൻ വിത്തിൻ 2 year ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇമിഗ്രേഷൻ ലോയേഴ്സ് പറയുന്നതാണ് 2-3 yearനുള്ളിൽ അത് ഷെങ്കൻ കൺട്രി ആയിട്ട് കൺവേർട്ട് ആവും. നിങ്ങളുടെ കോൺട്രാക്ട് വരുന്നത് 3 to 5 year ആണ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ തസ്തികയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ തീർച്ചയായും ഞങ്ങളുടെ UAE വാട്സാപ്പ് നമ്പറിലോ നിങ്ങളുടെ CV-യും ഡീറ്റെയിലും അയച്ചു തരിക. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായ ശേഷം നിങ്ങൾ അയച്ചാൽ ഞങ്ങൾക്ക് കൂടെ ഉപകാരപ്രദമാണ്. നിങ്ങൾക്ക് എളുപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ ഡേറ്റിലുള്ള നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. എംപ്ലോയർ ഇൻ്റർവ്യൂ ഉണ്ട്. വിസ പ്രോസസ്സിങ് മാക്സിമം 3 to 4 months ടൈമാണ്. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് യൂറോപ്പിലേക്ക് കടക്കാനൊരു അവസരമാണ്. നല്ല രാജ്യമാണ്. ഇറ്റലിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇറ്റാലിയൻ ക്ലൈമറ്റ് ഒക്കെ തന്നെയാണ് അൽബേനിയയ്ക്കും. സോ അൽബേനിയ എന്ന രാജ്യത്തേക്ക് നിങ്ങൾക്ക് ഒരു സ്കിൽ ആൻഡ് സ്കിൽ കാറ്റഗറി ജോലി ചെയ്യാനൊരു അവസരമാണ്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഈ ഇൻഫർമേഷനൊക്കെ സ്വീകരിച്ച് ഞാൻ പറഞ്ഞ തസ്തികയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ അഡ്വൈസറുമായി ബന്ധപ്പെടുക. ബാക്കിയുള്ള പ്രൊസീജിയർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാവിധ ആശംസകളും ആംസ്റ്റർ ഇമിഗ്രേഷൻ. Amster, your best immigration partner. Dream to fly? Step to Amster.